റിപ്പോർട്ടർ ബ്രേക്കിംഗ് 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്ന കേന്ദ്ര നിയമത്തിനെതിരെയാണ് ഇപ്പോൾ ബസ് ഉടമകൾ രംഗത്ത് വരുന്നത്. ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി കെ രാധാകൃഷ്ണൻ പറയുന്നത്. ഉത്തരവ് സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിപ്പിക്കരുത്, 15 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ ലഭിക്കില്ല എന്നും ഉടമകൾ പറയും. ഇപ്പോൾ ഇത് സർക്കാർ വാഹനങ്ങൾക്കാണ് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ നിയമങ്ങളെല്ലാം കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾക്കാണ് ആ വരാറുള്ളത്. സ്വകാര്യ വാഹനങ്ങളുടെ ബസ്സുകളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും കോടതിയിൽ പോകും. ഈ നിയമം വന്നാൽ ഏകദേശം 70-80% വാഹനങ്ങൾ നിരത്തിലില്ലാതാവും. 22 വർഷമല്ല 30 വർഷമായാലും ഒരു ബസ് ഇറക്കിയ തുകയുടെ ഒരു ഭാഗം പോലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല. കാരണം അത് 1.5 ലക്ഷം രൂപയുള്ള സ്ക്രാപ്പായിട്ട് ഒരു ബസ് കൊടുക്കാൻ കഴിയുക. ഈ നിയമത്തിൽ വലിയ മാറ്റങ്ങൾ വരണം. കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം കൊണ്ടുവന്നത് മറ്റുള്ള പൊല്യൂഷൻ പ്രശ്നമുള്ള ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഇത് ഇന്ത്യ സംസ്ഥാനത്ത് മൊത്തത്തിൽ നടപ്പിലാക്കുന്നത് വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. AK അഭിലാഷ് ഉണ്ട് നമുക്കൊപ്പം. അഭിലാഷ്, അപ്പോൾ ഈ കേന്ദ്ര നിയമം നടപ്പിലാക്കിയാൽ തങ്ങൾക്ക് വലിയ തിരിച്ചടിയാവുമെന്ന് ഈ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ അവർ കരുതുന്നുണ്ട്. അവരുടെ വാക്കുകൾ ഇത് വ്യക്തവുമാണ്. അപ്പോൾ എങ്ങനെ നേരിടാനാണ് ഇവരുടെ തീരുമാനം? തീർച്ചയായിട്ടും 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഓടുന്ന തരത്തിലുള്ള നിയമനിർമ്മാണമായിരുന്നു സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയത്. പക്ഷേ അതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വന്നിരിക്കുന്നത്. കാരണം ആ ഉത്തരവ്, അതായത് നിയമനിർമ്മാണം നടക്കില്ല, അത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഇത് സ്വകാര്യ മേഖലയെ കൂടി ബാധിക്കുമെന്നൊരു ആശങ്കയിലാണ് ഇപ്പോൾ ബസ് ഉടമകൾ അടക്കമുള്ളവർ. അവർ പറയുന്നത് 15 വർഷം കൊണ്ട് ഈ വാഹനം ഓടിയാൽ ഇതിൽ നിന്ന് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്ധനവില അടക്കം ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുന്നു എന്നാണ്. കാരണം ഇത് സർക്കാർ എന്ത് തീരുമാനമാണ് ഇനി തുടർ നടപടിയായി എടുക്കുക എന്നത് ആലോചിച്ച് പരിശോധനയ്ക്ക് ശേഷം അത്തരം നടപടിയിലേക്ക് പോകാൻ ഉള്ള ആലോചനയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നടക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇത് സ്വകാര്യ മേഖലയെ ബാധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നൊരു ആവശ്യം കൂടി അവരുടെ ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്തത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളൊക്കെ പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കൂടി ഉയർന്നത്. ഇതോടുകൂടിയാണ് സ്വകാര്യ മേഖലയിലെ ബസ് ഉടമകളും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഒക്കെ രംഗത്ത് വരുന്നത്.